ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ PNC MAKയുടെ പുതിയൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓൾറെഡി PNC MAKയുടെ റിജക്റ്റഡ് ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ആരൊക്കെ റിജക്റ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ റിജക്റ്റ് ആയ കുട്ടികൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മാർക്ക് ഒന്നിൽ നിങ്ങൾ കൂടുതലായിരിക്കും എൻ്റർ ചെയ്തത്, അല്ലെങ്കിൽ കുറച്ചായിരിക്കും എൻ്റർ ചെയ്തത്. ഇത് നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കറക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ടാകും. അതിൽ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള മാർക്ക് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് കൂടി വന്ന സ്ഥിതിക്ക് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് ആഡ് ചെയ്ത കുട്ടികൾ മാത്രം ആ മാർക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് PNC MAKയിൽ ഇപ്പോൾ ഈ ഒരു മാർക്കിൻ്റെ കാര്യം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, PNC MAKയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കുറച്ചുകൂടി നീട്ടിയിട്ടുണ്ട്. സമയം ഈ മാസം അവസാനം വരെ നീട്ടിയിട്ടുണ്ട്, ജൂലൈയിൽ. അപ്പോൾ ഇനി ഇതുവരെയും രജിസ്റ്റർ ചെയ്യാത്ത സ്റ്റുഡൻസിന് രജിസ്റ്റർ ചെയ്യാനും ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മാർക്ക് നിങ്ങൾ ജസ്റ്റ് കറക്റ്റ് ചെയ്ത് വെക്കുക, അപ്ഡേറ്റ് ചെയ്ത് വെക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയുള്ള അപ്ഡേറ്റ്സ് എല്ലാം PNC MAK പുതിയ രജിസ്ട്രേഷൻ സമയം കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കുട്ടികൾ എന്ത് ചെയ്യുക? ഈ ഒരു എഡിറ്റ് ഓപ്ഷനിൽ നിങ്ങളുടെ മാർക്ക് തെറ്റാണെങ്കിൽ മാത്രം എഡിറ്റ് ചെയ്ത് വെക്കുക. ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് ആഡ് ചെയ്ത കുട്ടികളും ഇതിൽ മാർക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കി അപ്ഡേറ്റ്സ് ഈ PNC MAKയുടെ വെബ്സൈറ്റിൽ വരും. അതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്ത് തരാം കേട്ടോ. ഇനി ഇതിൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണം, അങ്ങനെ പല ഡൗട്ട്സും വരാം. ഇതെല്ലാം നമുക്ക് അടുത്ത രജിസ്ട്രേഷന് ശേഷം നമുക്ക് അപ്ഡേറ്റ്സ് വരും. അതനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഒന്നും PNC MAKയിൽ വന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അക്ഷയയിൽ പോയി ചോദിക്കുക. എന്തായാലും എഡിറ്റ് ഓപ്ഷൻ വന്ന സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എന്തായാലും ഒഫീഷ്യലി അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. കുറച്ച് പേര് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യം കൂടി പറഞ്ഞു തരുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.